Hello dears, welcome again to English classroom. Dears, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ 38ാമത്തെ ക്ലാസ്സിൻ്റെ ഫോളോ അപ്പാണ്. 18ാമത്തെ ക്ലാസ് നമുക്കറിയാം. മൂന്നാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ലെസണിലേക്ക് നമ്മൾ മെല്ലെ ചാടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലെസൻ്റെ പേരൊക്കെ നമുക്കറിയാം. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നല്ലോണം ശ്രദ്ധിക്കുക. റൈറ്റ് യെസ്, വി ഹാവ് ഡിസ്കസ്ഡ് ആൻ അനക്ഡോട്ട് ആൻഡ് എ പോയം. ഹാവിൻ വി ചെയ്തല്ലോ അല്ലേ? ഓർമ്മയുണ്ടല്ലോ. വാട്ട് ആർ ദ അബൌട്ട്, എന്തിനെക്കുറിച്ചായിരുന്നു ആ അനക്ഡോട്ടും അതുപോലെ തന്നെ പോയൊക്കെ? നമുക്കറിയാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് അബൌട്ട് ഹൗ ദി ഓതേഴ്സ് ആക്ട് ഓഫ് കൈൻഡ്നസ് ട്രാൻസ്ഫോർം എ മാൻസ് ലൈഫ്. നമുക്കറിയുന്നത്, ഞാൻ വിശദീകരിക്കണം, നമുക്ക് കുറേ വട്ടം പറഞ്ഞതാണ്. ബാൽഡ് ഓഫ് ഫാദർ ഗില്ലിംഗനാണ് ഐറിഷ് പോയറ്റീസ് ആൻഡ് അഫർമേഷൻ. നമ്മളിപ്പോഴും തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ 2 തീം നമുക്കറിയാം, ഓർമ്മ ഉണ്ടാവണം. റൈറ്റ്, നോ വെരി ഗുഡ്, യു നോ ഓൾ ദീസ് തിങ്സ്. റൈറ്റ്, ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ലെസൺ? അടുത്തേക്ക് പോകുമല്ലേ? ഡു യു നോ വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ നെക്സ്റ്റ്? എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം. Okay, see, look at the picture please. We have seen this picture. Do you remember? ഓർമ്മയുണ്ടോ? UN Summit-ൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, നമുക്കറിയാത്. നിങ്ങൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിലേക്കൊന്ന് പോവുക. ആരാണത്? എന്താ കാണുന്നത് നമുക്കറിയാം. ഹീ ഈസ് സ്പീക്കിംഗ് ആൻഡ് ഹു ഈസ് ഹി? ആരാത്? ഡികാപ്രിയോ. നമുക്ക് ഓർമ്മ ഉണ്ടാവും. റൈറ്റ്, വാട്ട്സ് ഹി ഡൂയിങ്? ഹീ സ്പീക്കിംഗ്. അറിയാമല്ലോ, ഹീ ഈസ് ഡെലിവറിങ് എ സ്പീച്ച്. റെഡി അല്ലേ? ഡു യു റിമെമ്പർ വാട്ട് ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട്? ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. About climate change. ഓർമ്മയുണ്ടല്ലോ അതൊക്കെ. Now we can read a transcript of a speech. സ്പീച്ച് നമുക്കറിയാം ഓറലായ ഒരു സംഗതിയാണ്. അതിൻ്റെ റിട്ടേൺ ഫോമിനാണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? അതിൻ്റെ റിട്ടേൺ ഫോമാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് ആൻ ഹിസ്റ്റീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ ട്രാൻസ്ക്രിപ്റ്റ് ആയിരുന്നു. അതുപോലൊരു ട്രാൻസ്ക്രിപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? എന്താ അതിൻ്റെ പേര്? ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ്. ആരത് എഴുതിയ ആൾ? ചിമാമാൻഡ എങ്കോസി അദിച്ചി. ഇതാണ് നിങ്ങളിതിൽ ആദ്യമായിട്ട് എഴുതേണ്ടത്. 3 എഴുതിയാൽ മതി, അതിൻ്റെ താഴെ വേണ്ട. റെഡി അല്ലേ? ലെറ്റ് us learn about the speaker. നമ്മൾ അദിച്ചിയെക്കുറിച്ചൊന്ന് ആലോചിച്ചോ. കുറച്ച് കാര്യങ്ങൾ കേൾക്കാം നമുക്ക്. ദിസ് ഈസ് അദിച്ചി. സി, നമ്മളെ ബുക്കിലുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അവരെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷനാണ്. നിങ്ങൾ വായിച്ചു നോക്കില്ല, കുഴപ്പമുണ്ടാവില്ലല്ലോ. ടെക്സ്റ്റുകൾ അതേ സാധനമാണ്, നേരം കളയുന്നില്ല. ഓക്കെ അല്ലേ? നൗ ഡിയേഴ്സ്, വാട്ട്സ് ഇറ്റ് ടോക്കിംഗ് അബൌട്ട്? എന്തിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ടാവുക? ആർ യു റിയലി ഹാപ്പി ഓർ സാഡ്? നിങ്ങൾ ഹാപ്പിയാണോ സാഡാണോ? ആർ യു ലക്കി ഓർ അൺലക്കി? നിങ്ങൾ ലക്കിയാണോ അൺലക്കിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഹൗ ഡു യു പെർസീവ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്? നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്കുറിച്ചും എന്താണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവരെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ്? യു സീ, നമ്മൾ ചെറിയൊരു കഥ വായിച്ചു നോക്കാം. അത് വായിച്ചാൽ നമുക്ക് അതിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത്. ഒന്ന് നോക്കൂ, ചെറിയ രസമുള്ളൊരു കഥയാണ്. ദെർ വാസ് എ മാൻ ഹു ഹാഡ് 4 sons. ശ്രദ്ധിക്കണേ, 4 മക്കളുള്ള ഒരാളുണ്ടായിരുന്നു. ഹി വാണ്ടഡ് ഹിസ് സൺസ് ടു ലേൺ നോട്ട് ടു ജഡ്ജ് തിങ്സ് ടു ക്വിക്ക്ലി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ തന്നെ പറയലാണ്, ഇംഗ്ലീഷ് മനസ്സിലാക്കൽ അങ്ങനെയാണ്. പിന്നെ നേരെ ഉണ്ടാവില്ല, ഇങ്ങനെ കുറേ നേരം കാത്തുക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വായിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഇതുകൊണ്ട് കാണുമ്പോൾ തന്നെ അത് പോസിറ്റീവ് മൊത്തത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി എങ്ങനെ നന്നാവുക. അപ്പോഴാണ് ഇംഗ്ലീഷ് കൂടുതൽ പഠിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നേരം പഠിക്കുക. അതുകൊണ്ടാണ് മക്കളെ ഒരു കാര്യം പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനെന്താ അദ്ദേഹം ചെയ്തത്? സോ ഹി സെൻഡ് ദ മീറ്റ്സ് ടു ഗോ ആൻഡ് ലുക്ക് അറ്റ് എ പിയർ ട്രീ ആൻഡ് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. കുറച്ച് ദൂരമുള്ളൊരു പിയർ ട്രീ മരത്തിൻ്റെ അടുത്ത് പോയിട്ട് അത് മനസ്സിലാക്കി വരാൻ വേണ്ടി പറഞ്ഞയച്ചു. ആദ്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മോൻ പോയത് ഇൻ വിൻ്റർ. എന്നാ പോയത്? തണുപ്പ് കാലത്താണ്. ദ സെക്കൻഡ് ഇൻ ദ സ്പ്രിങ്. രണ്ടാമത്തെ ആൾ വസന്തകാലത്തും, മൂന്നാമത്തത് സമ്മർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേനൽക്കാലം. ആൻഡ് യങ്ങസ്റ്റ് ഓട്ടം, ഗ്രീഷ്മകാലത്താണ്. ഇല പൊഴിയുന്ന കാലമാണ് ഓട്ടം, നമുക്കറിയാത്. വെൻ ദേ ഹാഡ് ഓൾ ഗോൺ ആൻഡ് റിട്ടേൺഡ്, എല്ലാവരും പോയി തിരിച്ചു വന്നപ്പോൾ ഹി കോൾഡ് ദം ടുഗദർ ടു ഡിസ്ക്രൈബ് വാട്ട് ദേ ഹാഡ് സീൻ. അച്ഛൻ വിളിച്ചു, 4 ആളും വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? അത് എന്താ കണ്ടതെന്ന് പറയാൻ പറഞ്ഞു. ദ ഫസ്റ്റ് son said the tree was ugly, bent and twisted. ആ മരം വളരെ വൃത്തികെട്ടതാണ്, അത് വളഞ്ഞിട്ടുണ്ട്, പിന്നെ അത് വളഞ്ഞിട്ടാണ്, പൊളഞ്ഞിട്ട്, അതായത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ്, പിരിഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞു. അത് ഏത് കാലത്താണ്? വിൻ്ററിൽ അങ്ങനെ ഉണ്ടാവുക, നിങ്ങൾക്കറിയാം. ദ സെക്കൻഡ് son said it was covered with green buds and full of blossoms and smelled so sweet and looked so beautiful. It was the most graceful thing he had ever seen. രണ്ടാമത്തെ ആൾ എന്താ പോയത്? സ്പ്രിങ്ങിലാണ് പോയത്. അപ്പന്മാരെങ്ങനെയുള്ളത്? അപ്പോൾ ഓൻ പറയാം, രണ്ടാമത്തെ ഓൻ പറയാം ഫുള്ള് മൊട്ടുകളാണ്,
അതുപോലെ തന്നെ ചെറിയ പൂക്കളുണ്ട്, നല്ല സുന്ദരമായ മണമാണ്, ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ലൊരു സംഗതിയാണതെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ ഡിസഗ്രീഡ് വിത്ത് ആൾ ഓഫ്, മൂന്നാമത്തെ ആൾ നിങ്ങൾ രണ്ടാളും പറഞ്ഞ കള്ളത്തരാന്ന് പറഞ്ഞു, ശരിയല്ലായിരുന്നു. ഹി സെഡ് ഇറ്റ് വാസ് റൈപ്പ് ആൻഡ് ഡ്രൂപ്പിംഗ് വിത്ത് ഫ്രൂട്ട്, അതല്ല പാകമായ പഴങ്ങൾ നിറഞ്ഞിട്ട് കുഞ്ഞ് ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട്, താഴോട്ട് തൂങ്ങിയിട്ടുണ്ട്. ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്, നിറച്ചു ജീവനും അതുപോലെ തന്നെ നല്ല സാക്ഷാത്കാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് ഏതുണ്ടാ, പിന്നെ പക്ഷികൾ വന്നിട്ട് വയറച്ച് തിന്ന് നല്ല, അല്ലെങ്കിൽ ജീവികൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വളരെ ഉഷാർ ഒച്ചപ്പാടാന്ന് പറഞ്ഞാൽ. അതാണ് സമ്മറിൽ നമുക്കറിയാം, ഡ്യൂറിങ് സമ്മർ ദർ വിൽ ബി ഫ്രൂട്ട്സ്, പഴങ്ങളൊക്കെ പാകാവുന്ന സമയമാണ് സമ്മർ, അറിയാലോ. അതേ സമയത്ത് അടുത്ത ആൾ, നാലാമത്തെ ആൾ പിന്നെ എന്ത് ഡിസഗ്രീഡ് ഓൾ, എല്ലാവരോടും വിയോജിച്ചു. എന്നിട്ട് പറഞ്ഞു ആൻഡ് സെഡ് ദാറ്റ് ദ ട്രീ വാസ് കവേർഡ് വിത്ത് റെഡ് ലീവ്സ്, അത് നിറച്ച് ചമന്ന ഇലകളാണ്. ദ ഫ്ലോർ വാസ് കാർപ്പറ്റഡ് വിത്ത് ഗോൾഡൻ ലീവ്സ്, അടിയിൽ നിറം മാറിയ ഇലകൾ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ താഴോട്ട് കൊഴിഞ്ഞിട്ടുണ്ട്. വിൻ്റർ ഞാൻ പറഞ്ഞു ഫോൾ എന്നൊരു പേരുണ്ട്, സോറി ഓട്ടമിന് ഫോൾ എന്നൊരു പേരുണ്ട്, ഇലയൊക്കെ കൊഴിയുന്ന കാലമാണ്, നമുക്കറിയാത്. ദ മാൻ, അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, ഓക്കെ ആണല്ലോ. പിന്നെ ദ മാൻ ദെൻ എക്സ്പ്ലെയിൻ ടു ഹിസ് സൺസ് ദാറ്റ് ദേ ഹാഡ് ഈച്ച് സീൻ വൺ സീസൺ ഇൻ ട്രീസ് ലൈഫ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, മക്കളെ നിങ്ങൾ പിന്നെ മരത്തിൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹി ടോൾഡ് ദം ദാറ്റ് ദേ കുഡിൻറ്റ് ജഡ്ജ് എ ട്രീ ഓർ എ പേഴ്സൺ ബൈ ഓൺലി വൺ സീസൺ, ഒരു കാര്യം മാത്രം നോക്കിയിട്ട് ഒരാളെ ഒരു മരത്തെ വിലയിരുത്താൻ പറ്റില്ല. ബട്ട് കുഡ് ഓൺലി ബി മെഷേർഡ് അറ്റ് ദി എൻഡ്, അവസാനം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് അളക്കാൻ കഴിയുള്ളൂ. വെൻ ഓൾ ദ സീസൺ വർ, അപ്പോൾ ഒക്കെ എല്ലാ സീസൺ കഴിയുമ്പോൾ. ഇഫ് യു ഗീവ് അപ്പ് വെൻ ഇറ്റ് ഈസ് വിൻഡർ, നിങ്ങൾ വിൻ്റർ ആകുമ്പോഴേ ഒഴിവാക്കിയാൽ യു വിൽ മിസ് ദ പ്രോമിസ് ഓഫ് യുവർ സ്പ്രിങ്, അപ്പോൾ എന്ത് ചെയ്യാം, പിന്നെ സ്പ്രിങ്ങിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവില്ല. ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് യുവർ സമ്മർ, നേരത്തെ പറഞ്ഞത് അതൊക്കെ ബ്യൂട്ടി ഓഫ് നേച്ചർ, ഓട്ടം, റെഡിയല്ലേ, ഇതൊക്കെ നമുക്ക് മിസ്സാവും. ഇതെല്ലാം കൂടി കൂടുമ്പോഴേ മരമായിട്ട് മാറുള്ളൂ. ഹി സെഡ് ഡോണ്ട് ജഡ്ജ് എ ലൈഫ് ബൈ വൺ ഡിഫിക്കൽട്ട് സീസൺ ഓർ ഡോണ്ട് ലെറ്റ് എ പെയിൻ ഓഫ് വൺ സീസൺ ഡിസ്ട്രോയ് ദ ജോയ് ഓഫ് ഓൾ ദ റെസ്റ്റ്. മനസ്സിലായേണ്ടത് വ്യക്തിയോടുള്ളൊരു ഉപദേശം, നമ്മളോടൊക്കെ ഉപദേശമാണ്. ജീവിതത്തിലൊരു സങ്കടം ഉണ്ടാകുമ്പോൾ അത് മാത്രമാണ് നമ്മൾ ചിന്തിക്കരുത്, അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അതൊരു ഘടകം, പ്രധാനപ്പെട്ട മെസ്സേജാണ്. കൂട്ടത്തിൽ മറ്റൊരു മെസ്സേജാണ്, മറ്റൊരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സമയം വെച്ചോ ഒരു പ്രത്യേക ഘടകം വെച്ചോ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിലയിരുത്താൻ പാടില്ല എന്നുള്ളത് ക്ലിയർ. നല്ലൊരു കഥ അല്ലേ, നമുക്ക് ഇഷ്ടമായില്ല മക്കളെ കഥ? ഇനി നോക്കൂ നിങ്ങൾ, ഡിഡ് ദ സൺസ് ജഡ്ജ് എ ട്രീ ഇൻ സെയിം വേ, ഒരേ രീതിയിലാണോ അവർ വിലയിരുത്തിയത്? വൈ കുഡിൻ ദ സൺസ് നോ ദ ട്രീ, എന്തുകൊണ്ട് അവർക്ക് മരത്തെ മനസ്സിലാക്കാൻ കഴിയാതുന്നത്? വാട്ട്സ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി, എന്താ കഥൻ്റെ മോറൽ എന്താ? ഡോണ്ട് ജഡ്ജ് എ ലൈഫ് ബൈ വൺ ഡിഫിക്കൽട്ട് സീസൺ, ഡോണ്ട് ലെറ്റ് ദ പെയിൻ ഓഫ്, നമ്മൾ ചർച്ച ചെയ്തല്ലേ, പറയണ്ടല്ലോ. ഡസ് ഇറ്റ് ഹാവ് എനി പ്രസൻറ്റ് റെലവൻസ്, ഇന്നതിന് വല്ല പ്രസക്തി ഉണ്ടോ? ഹൗ ഷുഡ് വി ജഡ്ജ് അവർ സെൽഫ് ആൻഡ് അതേഴ്സ്, നമ്മളെങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരൊക്കെ വിലയിരുത്തൽ? നോ, ക്യാൻ യു ഗസ് വാട്ട്സ് മെൻഡ് ബൈ ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി? അപ്പോൾ എന്തായിരിക്കും ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറിയിലുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? യഥാർത്ഥത്തിൽ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതാണ്. നേരത്തെ ഈ സ്റ്റോറി ഒന്നും വെറും കഥാനുള്ള സെൻസിലല്ല, ഇവിടെ ഒരു അക്കൗണ്ട് ഒരു സെൻസ്, അങ്ങനെയൊക്കെ ഒരു സെൻസ് ഉണ്ട് സ്റ്റോറിക്ക്, ആ ഒരു സെൻസാണ് ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മുടെ ഓരോ മക്കളുണ്ടായത് വ്യത്യസ്ത സ്റ്റോറീസാണ് ആ മരത്തെക്കുറിച്ചുള്ള, അങ്ങനെയാണ് നമ്മൾ മനസ്സിലായി ഞാൻ കഥ ഞാൻ പറഞ്ഞത്, റെഡിയല്ലേ? വ്യത്യസ്ത സ്റ്റോറീസാണ്. ആ സ്റ്റോറികളൊക്കെ കൂടുമ്പോഴാണ് എന്തായി മാറുക, മരത്തിൻ്റെ ലൈഫായിട്ട് മാറുക. അതേപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ എല്ലാ കാര്യം, ഒരു പിന്നെ കമ്മ്യൂണിറ്റിൻ്റെ ഒക്കെ അവരുടെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ, അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോറിയും കൂടിയാണ്. അതിലേതെങ്കിലും ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ സാധനം, ആ രാജ്യം ഒന്നായിട്ടാണ് നമുക്ക് നഷ്ടപ്പെടുക. റെഡിയല്ലേ? ഇപ്പം എന്താ മനസ്സിലായല്ലോ, ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി മനസ്സിലായല്ലോ. അതായത് ഒരാളെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഒരു സമൂഹത്തെക്കുറിച്ചോ ഒരു വിഭാഗത്തെക്കുറിച്ചോ ഒക്കെ ഉള്ള ഒരേ ഒരു ധാരണ, അതായത് അത് പ്രത്യേക സമയത്ത് മാത്രം പ്രത്യേക രീതിയിലുള്ള ധാരണയാണ് നമുക്കൊക്കെ ഉണ്ടത്. നമുക്കിപ്പോൾ ഒരു അണ്ണാച്ചി, ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, അത് ശരിയല്ല, നമ്മൾ സാധാരണ നമ്മൾ പഠിത്തത്തിലേ പറയാം. ഒരു പിന്നെ സാധാരണ ഒരു തമിഴ് ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു അമ്മിയൊക്കെ കൊത്തുന്ന അവർ, അതല്ല യഥാർത്ഥ തമിഴ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല, അല്ലെങ്കിൽ അവരങ്ങനെയല്ല. അവരെന്നെ എത്രയോ ഇവിടെയുള്ള ആളുകൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അന്ന്, ഇപ്പം കുറേ ആൾക്കാർ പോയി, ഞാൻ പറയുന്നത് അന്ന് അവർ തന്നെ എത്രയോ ഏക്കർ കണക്കിന് നാട്ടിൽ കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഒഴിവ് സമയമാണല്ലോ ഇവിടെ വരുന്നത്, പറയുന്നത് കേൾക്കാം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കാറ്റൊക്കെ ബെറ്ററാണ് അവർ, പക്ഷെ നമുക്ക് അവരെ കുറിച്ചുള്ള ധാരണ വേറെയാണ്. അതുപോലെ തന്നെ കുറേ കാര്യം, ഇപ്പോൾ ഒരു പിന്നെ
പല ആൾക്കാരെ കുറിച്ച് നമുക്ക് എന്താ പറയുക വിശദീകരിക്കണം പറയുമ്പോൾ പിന്നെ വേറെ സ്ഥലത്ത് എടുത്തു പോകും, അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല. പല ആളുകൾക്കും അത് പല ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പല മീഡിയകളും അങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ചില ആളുകളെ ചില വിഭാഗങ്ങൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലും അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആസൂത്രണമായ ശ്രമങ്ങൾ. എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആരെ വിലയിരുത്തുമ്പോഴും മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തെ വിലയിരുത്തിയിട്ട് മാത്രമേ നമ്മളതിനെക്കുറിച്ചൊരു ജഡ്ജ്മെൻറ്റിൽ എത്താവൂ. ആ കാര്യമാണ് ഇതിൽ പറയുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. ഹൗ ഡു യു ഒബ്സർവ് ദ വേൾഡ് അറൗണ്ട് യു? ആ ആശയം അവിടെ വരുന്നത്. എങ്ങനെ നിങ്ങൾ ലോകത്തെ നിങ്ങൾ വിലയിരുത്തുന്നത്? ഹൗ ഡു വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് വേറി അക്രോസ് ദ കൾച്ചർ? നമുക്കറിയാം ഓരോ കൾച്ചറിനും അതിൻ്റേതായ മൂല്യങ്ങളുണ്ട്, അതിൻ്റേതായ പ്രാക്ടീസുകളുണ്ട്. നമുക്ക് മൂല്യങ്ങൾ ആത്യന്തികമായിട്ട് ഒന്നും സനാതനവാദ സത്യമാണ്. പക്ഷെ എന്നാൽ പോലും ചിലതും ചിലപ്പോൾ പ്രാധാന്യം കൂടുതൽ അവർ കൊടുക്കുന്നുണ്ടാവാം. റെഡിയല്ലേ? നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ഫോൾസ് അസംഷൻസ് അബൌട്ട് അതേഴ്സ് ക്യാൻ ഓഫൻ ലീഡ് ടു സ്റ്റീരിയോ ടൈപ്പ്. നമ്മൾ ബുക്കുള്ള സംഗതി എൻ്റെ ആശയം ശ്രദ്ധിക്കണേ. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റായ ഊഹങ്ങൾ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാകുന്നതിലേക്ക് നയിക്കും. ആൻഡ് അൺഫെയർ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്. ആളുകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ആശയങ്ങളായി പറയുന്ന വ്യക്തികളെക്കുറിച്ചോ ആ ഗ്രൂപ്പുകളെക്കുറിച്ചോ നമുക്ക് തെറ്റായ ഒരു വിധിയിലേക്ക് നമ്മൾ എത്തിക്കും. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സാധനത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഒരു ഉറച്ചൊരു ധാരണയാണ് സ്റ്റീരിയോ ടൈപ്പ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റീരിയോടൈപ്സ് ആൻഡ് ബയസ് ക്യാൻ അഫക്റ്റ് അവർ ലൈഫ്. അറിയാലോ. പിന്നെ ഇപ്പം സിനിമയിലൊക്കെ കണ്ട് പണ്ട് സിനിമയിൽ അധ്യാപകനെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ജോലി എടുക്കുന്ന ആളുകളൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഡ്രസ്സ് അതങ്ങനെ ഉണ്ടാവുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള സംഗതികളാണ് സ്റ്റീരിയോ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മുൻധാരണകളും സ്റ്റീരിയോ ടൈപ്പും ഒക്കെ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കാം. അണ്ടർസ്റ്റാൻഡിങ് കൾച്ചർ ഡിഫറൻസ് ക്യാൻ ഹെൽപ്പ് വൺ സീ തിങ്സ് ഫ്രം എ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ്. അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യത്യസ്തമായ വൈജാത്യങ്ങൾ, സാംസ്കാരിക വൈജാത്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ കഴിയും. ഡെവലപ്പ് ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ്, നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമായാൽ, മനസ്സ് ക്ലീനാണെങ്കിൽ, മനസ്സ് പ്ലെയിനാണെങ്കിൽ പിന്നെ അവിടെ സ്റ്റീരിയോ ടൈപ്പ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എല്ലാവരെയും ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. ആ ഒരാശയത ഈ പറയുന്നത് അതായിരിക്കണം. ലെറ്റ് us see what ചിമാമന്ത എങ്കോച്ചി അത് she tell us in her enlightened speak. അത് അവരുടെ ആ സ്പീച്ചിൽ അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ് സ്പീച്ചിൻ്റെ പേര്. റെഡിയല്ലേ? അല്ലോ നോക്കണേ. ഫസ്റ്റ് 2 സ്റ്റാൻസാസ് ഒന്ന് വായിച്ചു നോക്കാം. എൻ്റെ കൂടെ നിങ്ങൾ വായിക്കണം. ഐ എം എ സ്റ്റോറി ടെല്ലർ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ ഫ്യൂ പേഴ്സണൽ സ്റ്റോറീസ് അബൌട്ട് വാട്ട് ഐ ലൈക്ക് ടു കോൾ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. I grew up on a university campus in eastern Nigeria. My mother says that I started reading at the age of 2, although I think it probably happened when I was 4. So I was an early reader, and what I read were British and American children's books. I was also an early writer, and when I began to write at about the age of 7, stories in pencil with crayon illustrations that my poor mother was obligated to read, I wrote exactly the kinds of stories I was reading. All my characters were white and blue-eyed. They played in the snow, they ate apples, and they talked a lot about the weather, how lovely it was that the sun had come out. But I had never been outside Nigeria. We didn't have snow, we ate mangoes, and we never talked about the weather because there was no need to. വായിച്ചിട്ടുണ്ടാവും, കൂടെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, റൈറ്റ്. കുറേ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെയാണ് പറയുന്നത്, കുറച്ച് കാര്യമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ഇതിൻ്റെ ഉത്തരമൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുക. വാട്ട് കൈൻഡ്സ് ഓഫ് ബുക്സ് ഡിഡ് അഡിറ്റി റീഡ് വെൻ ഷീ സ്റ്റാർട്ട് റീഡിങ്? വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെല്ലാം സൈസ് പുസ്തകങ്ങൾ വായിച്ചത്? വാട്ട് കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ഡിഡ് ഷീ റൈറ്റ് ആൻഡ് ഹൗ വർ ഹെർ ക്യാരക്ടേഴ്സ്? അവരെത്തരം ബുക്കുകളാണ് എഴുതിയത്, അവരെത്തരം ബുക്കുകളാണ് വായിച്ചത്? വാട്ട് വാസ് എ മദർ ഒബ്ലിഗേറ്റഡ് ടു റീഡ്? എന്താണ് അവരെ അമ്മ വായിക്കാൻ നിർബന്ധിതരായത്? ഹൗ വർ ഹെർ ക്യാരക്ടർ ഡിഫറെൻറ്റ് ഫ്രം ദ ചിൽഡ്രൻ ഓഫ് നൈജീരിയ? ആ നൈജീരിയയിലെ കുട്ടികളുടെ എങ്ങനെയായിരുന്നു അവിടെ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിരുന്നത്? വൈ വർ ആർച്ചിസ് ക്യാരക്ടേഴ്സ് വൈറ്റ് ആൻഡ് ബ്ലൂ വൈറ്റ്? എന്തുകൊണ്ടാണ് അവരുടെ കഥാപാത്രങ്ങളൊക്കെ വെളുത്തവരും അതുപോലെ നീല കണ്ണുള്ളവരായത്? ഇതിൻ്റെ ഉത്തരം നമ്മൾ ചർച്ച ചെയ്തതിലുണ്ട്, നമുക്കറിയാം. ഇനി നമ്മൾ ചർച്ച ചെയ്യും. റെഡിയാണല്ലോ? ഓക്കെ, ഒന്നും കൂടി നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ച് നോക്കാം. ഇതിനെക്കുറിച്ച് ആ പാരഗ്രാഫ്സ് നമുക്കൊന്നുകൂടി ആലോചിക്കാം. അതുപോലെ തന്നെ ഹൗ ആർ ദ ചിൽഡ്രൻ ഓഫ് നൈജീരിയ, നേരത്തെ നമ്മൾ പറഞ്ഞ രാശനി എന്താണ് ഇവർ തമ്മിൽ വ്യത്യാസം, ഇതൊക്കെ ഒന്നും കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ ഉത്തരമൊക്കെ നിങ്ങൾ മനസ്സിൽ കാണണം കേട്ടോ. ഞാൻ ഓരോന്ന് പറയേണ്ട വായിക്കുമ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒന്ന് മനസ്സിരുത്തി ഒന്നും കൂടി ഒന്ന് വായിക്കുക. പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ശ്രദ്ധിക്കും ചെയ്യട്ടോ. റൈറ്റ്, സൈലൻ്റായിട്ട് വായിക്കണം. റീഡ് ഓൺ. പോസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി.
ഓക്കെ, നൗ ദർ ആർ സം സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്. 2 ചോദ്യങ്ങളാണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഹൗ ഡസ് അതിച്ചി ബിഗിൻ ഹർ സ്പീച്ച്? എങ്ങനെയാണ് സ്പീച്ച് തുടങ്ങുന്നത്? വാട്ട് സ്ട്രൈക്കിംഗ് അബൌട്ട്? എന്താ അതിനെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ട് നമ്മൾ തോന്നുന്നത് എന്താണെന്നാണ്. ഹൗ ഡസ് അതിച്ചി ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ഇൻ ഹർ ഏർലി റൈറ്റിങ്സ്? അവരാദ്യം എഴുതിയ പിന്നെ കഥകളിലൊക്കെയുള്ള ക്യാരക്ടേഴ്സിനെ അങ്ങനെയാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. റെഡി അല്ലേ? ഉത്തരം എഴുതിയിട്ടുണ്ടാവുമല്ലോ, പോസ് ചെയ്ത് എഴുതണം, എന്നിട്ടേ കേൾക്കാവൂ. റൈറ്റ്. ഷീ ബിഗിൻസ് ദ സ്പീച്ച് ഡയറക്ട്ലി ബൈ ടെലിംഗ് ദാറ്റ് ഷീ ഈസ് എ സ്റ്റോറി ടെല്ലർ ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡയറക്റ്റായിട്ടാണ് പറയുക ചെയ്യുന്നത്. റെഡിയാണല്ലോ? അടുത്തത് എങ്ങനെയാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എല്ലാ ക്യാരക്ടേഴ്സും വൈറ്റ് ബ്ലൂ ആയിട്ടാണ്. ദ പ്ലേഡ് ഇൻ ദ സ്നോ ആൻഡ് ദേ ate apples and they talked a lot about weather, how lovely it was that the sun had come out clear. അല്ലേ മക്കളെ? എളുപ്പമാണല്ലോ. നൗ സി, നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 2 വാക്കുകൾ അതിൽ കിട്ടാത്തുള്ളൂ. ക്രയോൺ നമുക്കറിയുന്നത്, പെൻസിൽ ക്രയോൺ പെയിൻറ് നമുക്കറിയാമല്ലോ. അതുപോലെ ഇലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ചിത്രമായിട്ടോ ഡയഗ്രാമായിട്ടോ ഒക്കെ വരച്ച് കാണിക്കുന്നതിൽ ഇലസ്ട്രേഷൻ എന്ന് പറയാം. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സം വൺ ടു ഡു സംതിങ്, ചില കാര്യം ചെയ്യാൻ നിർബന്ധമാകുന്നതിനാണ് ഒബ്ലിഗേറ്റ് എന്ന് പറയാം. റെഡി അല്ലേ? നോക്കാം നമുക്ക്. I am a storyteller. She says that she begins her speech telling that she is a storyteller. കഥ പറയുന്ന ആളാന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങുന്നത്. ഞാൻ കഥ പറയുന്ന ആളാണ്. And I would like to tell you a few personal stories about what I like to call the danger of single story. അവർ പറയാൻ പോകുന്നത് എന്താ? അവരുടെ വ്യക്തിപരമായ ചില സംഗതികളാണ്. അബൌട്ട് വാട്ട്? അതിനെ അവർ വിളിക്കുന്നത് എങ്ങനെയാണ്? ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്നാണ് വിളിക്കുന്നത്. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ ഏകാത്മകഥയുടെ അപകടം എന്നവർ വിളിക്കുന്ന ചില അക്കൗണ്ടുകളാണ്, അല്ലെങ്കിൽ ചില വിവരങ്ങളാണ്, ചില കഥകളാണ് അദ്ദേഹം നമ്മളുമായിട്ട് പറഞ്ഞു തരുന്നത്. അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഐ ഗ്രൂ അപ്പ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇൻ ഈസ്റ്റേൺ നൈജീരിയ. എവിടെ അവർ വളർന്നത്? ഈസ്റ്റേൺ നൈജീരിയയിലെ, പിന്നെ കിഴക്കൻ നൈജീരിയയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് വളർന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. ഐ ഗ്രൂ അപ്പ് ഓൺ എന്നാണ്. ശ്രദ്ധിച്ചോ? സാധാരണ നമ്മൾ ക്യാമ്പസിൽ എന്ന് പറയുമ്പോൾ ഇന്നൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരിക ഓണാണ്. ശ്രദ്ധിക്കണം. മൈ മദർ സെസ് ദാറ്റ് ഐ സ്റ്റാർട്ട് റീഡിങ് അറ്റ് ദി ഏജ് ഓഫ് 2. അമ്മ പറയുന്നത് അവൾ എത്രാം വയസ്സ് വായിക്കാൻ തുടങ്ങിയതാണ്? 2ാം വയസ്സിൽ. ആൻഡ് ഓൾദോ ഐ തിങ്ക് ഇറ്റ് പ്രോബബ്ലി ഹാപ്പൻ വെൻ ഐ വാസ് 4. യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കുന്നത്, അതിച്ച് പറയുന്നത് പിന്നെ 4ാം വയസ്സിലായിരിക്കും എന്നാണ്. എന്തായാലും ഇവിടെ നേരത്തെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഐ വാസ് ആൻ ഏർലി റീഡർ. റെഡിയാണല്ലോ? അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വായിക്കാൻ തുടങ്ങിയ ആളാണ്. ആൻഡ് വാട്ട് ഐ റെഡ് വേർ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്ക്. അവർ വായിച്ചതും പിന്നെ വായിച്ച പുസ്തകങ്ങളൊക്കെ ബ്രിട്ടീഷ് അമേരിക്കൻ കുട്ടികളുടെ ബാലപുസ്തകങ്ങളാണ്. റെഡിയല്ലേ? അതായത് ബ്രിട്ടീഷ് ഓതേഴ്സിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ ഓതേഴ്സിൻ്റെ ബാലകഥകളാണ്, ബാലപുസ്തകങ്ങളാണ് അവർ വായിച്ചതൊക്കെ. ക്ലിയർ അല്ലേ? ഐ വാസ് ഓൾസോ എൻ ഏർലി റൈറ്റർ. വായന മാത്രമല്ല, എഴുത്തു നേരെ തുടങ്ങിയിട്ടുണ്ട് അവർ. എപ്പോഴാണ് തുടങ്ങിയത്? വെൻ ഐ ബിഗാൻ ടു റൈറ്റ് അറ്റ് അബൌട്ട് ദി ഏജ് ഓഫ് 7. ഏതാണ്ട് 7 വയസ്സായപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോറീസ് ഇൻ പെൻസിൽ വിത്ത് ക്രയോൺ ഇലസ്ട്രേഷൻസ്. അറിയാലോ, കഥ പെൻസിലിൽ എഴുതിയിട്ട് അതിന് ക്രയോൺ കൊണ്ട് ചിത്രീകരണം, നമ്മളെ ചിത്രകഥ പോലെ അതിൻ്റെ അടിയിൽ അതിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ടാണ്. പിന്നെന്ത് ചെയ്യുക? ദാറ്റ് മൈ പുവർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ്. ഇവിടെ എഴുതിയാൽ നേരെ ആരുടെ അടുത്താണ് കൊണ്ടുപോവുക? അമ്മൻ്റെ അടുത്താണ് കൊണ്ടുപോവുക. അമ്മ വായിക്കാൻ നിർബന്ധിതമാകുമായിരുന്നു. അങ്ങനെയാണ് നമ്മളെ ഉമ്മമാർ വളർത്തിയത്. മറക്കരുത്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ചെയ്യാറുണ്ട്. മക്കളെ ശ്രദ്ധിക്കണം. നമ്മളെ ഉമ്മമാരെ, മദേഴ്സ് വളരെ പ്രധാനമാണ്. അവരെ സന്തോഷിപ്പിക്കുക, അവരോട് മാന്യമായി പെരുമാറുക. എങ്കിലേ നമുക്ക് എല്ലാ തലത്തിലുള്ള വിജയം ഉണ്ടാവുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കുക. റെഡിയല്ലേ? ഐ റോട്ട് എക്സാക്ട്ലി ദ കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ഐ വാസ് റീഡിങ്. എന്ത് കഥയാണോ വായിച്ചത് അതാണ് അവർ യഥാർത്ഥത്തിൽ അതേ രൂപത്തിലുള്ള കഥയാണ് അവർ എഴുതിയത്. അതങ്ങനെ കിട്ടും. നമുക്ക് എന്താണോ ഇൻപുട്ട് അതിനനുസരിച്ച് ഔട്ട്പുട്ട് വരിക. റെഡിയല്ലേ? ഓൾ മൈ ക്യാരക്ടേഴ്സ് വെർ വൈറ്റ് ആൻഡ് ബ്ലൂ ആയിട്ട്. അവരുടെ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണ്? വെളുത്തവരും അതുപോലെ തന്നെ നീലക്കണ്ണുള്ളവരുമാണ്. ദ പ്ലേഡ് ഇൻ ദ സ്നോ. ഒരു മഞ്ഞിൽ കളിക്കുമായിരുന്നു. ദ എയ്റ്റ് ആപ്പിളാ തിന്നുക. ദ ടോക്ക്ഡ് എ ലോട്ട് അബൌട്ട് ദ വെദർ. അവർ ഒരുപാട് നേരം കാലാവസ്ഥയെക്കുറിച്ച് അവർ സംസാരിക്കാറുണ്ട്. ഹൗ ലവ്ലി ഇറ്റ് വാസ് ദാറ്റ് ദ സൺ ഹാഡ് കം ഔട്ട്. എന്താ പറയുക? സൂര്യൻ പുറത്തു വന്നാൽ അത്ര നന്നായിരുന്നു എന്ന് പറയും. ഇതൊക്കെ നൈജീരിയയിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെന്നെ പറയട്ടെ. ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ്. നൈജീരിയക്ക് പുറത്ത് അവർ പോയിരുന്നില്ല. വി ഡിഡ്ന്റ് ഹാവ് ദ സ്നോ. നൈജീരിയയിൽ മഞ്ഞില്ല. അവർ മാങ്ങ തിന്നല്ല, ആപ്പിളല്ല തിന്നുക. അവർ ഒരിക്കലും കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാറില്ല. ബിക്കോസ് ദർ വാസ് നോ നീഡ് ടു. അതിൻ്റെ ആവശ്യമില്ല. തണുപ്പ് രാജ്യങ്ങളിലാണ് സൂര്യൻ വന്നാൽ നല്ലതാണെന്നൊക്കെ പറയാം. നമ്മളിവിടെ അങ്ങനെയല്ലല്ലോ നമ്മൾ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അവരെന്താണോ വായിച്ചത് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ക്ലിയർ ആണല്ലോ മക്കളെ? റൈറ്റ്. നൗ യു സി, ഇത് നമ്മൾ കണ്ടു, വാക്കർത്ഥങ്ങളൊക്കെ കണ്ട് എഴുതിയെടുക്കണം. പ്രധാനപ്പെട്ട ആശയങ്ങൾ നല്ലോണം നോക്കണേ. Chimamanda Ngozi Adichie, a Nigerian novelist, non-fiction writer, demonstrates the fact that one's life is a collection of many stories and narratives
in her enlightening speech. അതിൻ്റെ തീമും കൂടിയാണ്. She tells the stories that helped her to find her authentic identity. അതിൻ്റെ യഥാർത്ഥമായ വ്യക്തിത്വം, സത്വം. റെഡിയല്ലേ? She wants that the single story creates stereotypes, and the problem with stereotype is not that they are true, but they are incomplete. They make one story become the only story. അറിയാലോ, അതിൻ്റെ മെസ്സേജാണ്. ലാസ്റ്റ് ഒന്നുകൂടി നമുക്കത് വിശദീകരിച്ച് പറയാം. എഴുതിയെടുക്കണം. Chimamanda Ngozi Adichie opens the speech telling about the books she read. When she started reading at the age of 4, she read mostly British and American books for children. And when she began to write, she wrote exactly the kind of stories she was reading. All the characters were white and blue-eyed. They played in the snow, ate apples, and talked a lot about weather. But in Nigeria, they did not have snow. They ate mangoes, and there was no need to talk about the weather. Still, she believed that books had to be like that. It was the single story that she had. മനസ്സിലായിട്ടുണ്ടാകും. ബുക്ക് അങ്ങനെ ആവണം എന്നാണ് അവളെ ചിന്ത. കാര്യം അവൾക്ക് കിട്ടിയ ഒരേ ഒരു കഥ, പുസ്തകത്തിനെ കുറിച്ച കഥ അത് മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാം. അപ്പോൾ എഴുതിയെടുക്കണേ മക്കളെ, പ്രധാനമാണ്. റൈറ്റ്. ഇനി നമുക്ക് അതിൽ ആദ്യത്തെ അസൈൻമെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിമാമന്ദ ngozi adichie പിന്നെ പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. ചോദ്യമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചോദ്യം എഴുതിയിട്ടുണ്ടാവും, പ്രൊഫൈൽ എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് അതിൻ്റെ സാമ്പിൾ ആൻസർ കാണാൻ, രണ്ടും എഴുതിയെടുക്കണം. റെഡിയല്ലേ? നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ ചെയ്തു നോക്കാനുള്ളതാണ്. ആദ്യത്തെ നോക്കി. ഇമാജിൻ ദാറ്റ് ലിറ്റിൽ Adichie റൈറ്റ്സ് എ സ്റ്റോറി ആൻഡ് ടേക്സ് ഇറ്റ് ടു ഹർ മദർ. ഒരു കഥ എഴുതിയ നേരെ അമ്മൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുക എന്നാണ് ഗസ് ചെയ്തത്. ചോദ്യം എഴുതിയാൽ മതി കേട്ടോ, ഉത്തരം ഒന്നും എഴുതണ്ട. വെൻ യു വർ യങ് ആൻഡ് മൈറ്റ്, നിങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് കഥ എഴുതിയിട്ടുണ്ടാകും. അതിൽ ഏതെങ്കിലും ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് ക്ലാസ് ഗ്രൂപ്പിൽ അയക്കാനാണ്. അതൊക്കെ ഇപ്പം തന്നെ ചെയ്യുന്നതാണ്, സൗകര്യം പോലൊക്കെ ചെയ്യുക. അതേപോലെ ദിസ് വൺ ടു, നിങ്ങളെ സ്ഥലത്തിനെ കുറിച്ചുള്ള ഏതാനും സ്റ്റോറികൾ എഴുതാനാണ്. അവിടുത്തെ പിന്നെ ആ സ്ഥലത്തിൻ്റെ ഭംഗി, അതുപോലെ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ ഈ ടീച്ചർ നമ്മൾ ഇപ്പം ക്ലാസ് എടുത്ത അതേ ടീച്ചർ 9ാം ക്ലാസ് എനിക്ക് ഓർമ്മയുണ്ട്, ഇതേപോലൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. 3ാമത്തെ യൂണിറ്റിലാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സാമ്പിളൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളെ വീട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ സ്ഥലത്തിനെ കുറിച്ചാകുമ്പോൾ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിന് ഒരു ടൈറ്റിലൊക്കെ കൊടുക്കാം. ദ പ്ലേസ് ഐഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാണ്. അതേ സാധനം അതിലുണ്ട്, എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് ഉൾക്കൊള്ളിക്കാത്തത്. അതിൻ്റെ പിന്നെ ബ്യൂട്ടി, സീനിക് ബ്യൂട്ടി, അതുപോലെ തന്നെ നേച്ചറൽ പിന്നെ അപ്പിയറൻസ്, അതിൻ്റെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ നമുക്കത് വിശദീകരിക്കാം. എവിടെ അതുള്ളത് സിറ്റുവേറ്റ് ചെയ്തത്, അവിടെ റിവേഴ്സ്, മറ്റേ ഗ്രീൻ ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അതിൽ. പിന്നെ അവിടുത്തെ കസ്റ്റംസ് ആചാരങ്ങൾ കൊള്ളിക്കാം. അതുപോലെ തന്നെ ആളുകൾ എങ്ങനത്തെ ആളുകളാണ്, അവരുടെ ജോലി എന്താണ്, ആ കാര്യങ്ങൾ കൊള്ളിക്കാം. പ്രശ്നങ്ങളൊക്കെ കൊള്ളിക്കാം. ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് സ്വന്തം എഴുതാം. ഇപ്പം തന്നെ നിർബന്ധത്തിൽ എഴുതല നോക്കാം. റൈറ്റ്. പിന്നെ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് പൂരിപ്പിക്കണം. സിമ്പിളാണ്. പാഠം വായിച്ചതിന് ശേഷം പൂരിപ്പിക്കേണ്ടത്, എഴുതിയെടുക്കേണ്ടതാണ്, ഉത്തരവ് എഴുതേണ്ടതാണ്. സിമ്പിളാണ് കേട്ടോ, ചെയ്യല്ലോ. റൈറ്റ്. ബുക്ക് വായിച്ചാൽ അങ്ങ് ചെയ്യാൻ പറ്റും. ഒക്കെ ചെയ്തതിന് ശേഷം യു ക്യാൻ സീ ദ സാമ്പിൾ ആൻസേഴ്സ്. ഓക്കെ അല്ലേ? റൈറ്റ്. യെസ്. നൗ ഹോപ്പ് you have learned what we have discussed. Thank you for watching. Meet again. Till then, goodbye.